ഞാനിത് എഴുതുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഞാൻ ഒരു വെയർ ഹൗസിലെ നൈറ്റ് ഷിഫ്റ്റാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് സാധാരണ ഞാൻ പകലാണ് ഉറങ്ങാറുള്ളത്. എൻ്റെ അവധി ദിവസങ്ങളിൽ പോലും ഞാൻ വൈകുന്നേരം 6 തൊട്ട് രാവിലെ 9 അല്ലെങ്കിൽ 10 മണി വരെയാണ് ഞാൻ ഉണർന്നിരിക്കാറുള്ളത്. കാരണം എൻ്റെ ബോഡി ആ ഒരു ടൈം ട്രാക്കിൽ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പുലർച്ചെ 4 മണിയായിട്ടുണ്ടായിരുന്നു. ഏകദേശം 4:15 വീട്ടിലെത്തി. വഴിയൊക്കെ ഭയങ്കര പീസ്ഫുള്ളും വിജനും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തെത്താറായപ്പോൾ എൻ്റെ ഡ്രൈവേയുടെ തൊട്ടടുത്തായിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നു. ഞാൻ ആ കാറിൻ്റെ അടുത്തുകൂടെ പാസ് ചെയ്യുമ്പോൾ എൻ്റെ വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ആക്കി ഞാൻ ആ കാറിൻ്റെ അകത്തേക്ക് നോക്കാൻ നോക്കി. അതൊരു ബ്ലാക്ക് സെഡാൻ ആയിരുന്നു, ഒരു പഴയ സെഡാൻ. അതിൻ്റെ വിൻഡോസ് ഒക്കെ നല്ലോണം ഹെവി ടിൻറ്റ് ചെയ്തേക്കായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. കാറിൻ്റെ ലൈറ്റ് ഒന്നും ഓൺ ആയിരുന്നില്ല. ഞാൻ എൻ്റെ ഗാരാജിലേക്ക് വണ്ടി കയറ്റി. അകത്തേക്ക് പോകുന്നേക്കാട്ടും മുന്നേ ആ വഴിക്ക് ഒന്നും കൂടെ ഞാൻ നോക്കി. ഇവിടെയുള്ള വീടുകൾ തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ അകലമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നതാണെങ്കിൽ തന്നെ അവരുടെ വീടിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും തന്നെ ഉണ്ടാവും. എന്നാലും ഞാൻ വിചാരിച്ചു അടുത്തുള്ള വീട്ടിൽ ഏതെങ്കിലും പാർട്ടി നടക്കുന്നുണ്ടാവും, അങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ അങ്ങനെ വണ്ടി കൊണ്ടിട്ടതായിരിക്കുമെന്ന്. അന്ന് രാവിലെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ജനലിലൂടെ വീണ്ടും പുറത്തേക്ക് നോക്കി. ആ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് പകലെല്ലാം നോർമലായി പോയി. ഞാൻ 6 മണി വരെ ഉറങ്ങി. പിന്നെ അടുത്ത ഷിഫ്റ്റിന് പോകാൻ വേണ്ടി ഞാൻ റെഡി ആവാൻ തുടങ്ങി. ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ ഡ്രൈവേയിലൂടെ എൻ്റെ കാർ പുറത്തേക്ക് എടുത്തപ്പോൾ ആ വണ്ടി അവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനും ഞാൻ നിന്നില്ല. അന്നത്തെ എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് പതിവിലും എന്നെ ടയേർഡാക്കി. പക്ഷെ എന്നാലും പിറ്റേ ദിവസം അവധിയാണല്ലോ എന്ന് ആലോചിച്ച് ഞാൻ സമാധാനിച്ചു. ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പാതിരാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ അതേ സ്ഥലത്ത് ആ കാറ് അപ്പോഴും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തലേദിവസം ചെയ്തതുപോലെ തന്നെ ഞാൻ വണ്ടി അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ സ്ലോ ചെയ്തു, എന്നിട്ട് അകത്തേക്ക് നോക്കി. പക്ഷെ ഇപ്പോഴും ഒന്നും കാണാൻ എനിക്ക് പറ്റിയില്ല. ഇത്തവണ ഗാരേജിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം എന്തായാലും ആ കാറിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ആ ടിൻ്റെ അടിച്ച ജനലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരനക്കം ഞാൻ കണ്ടു. എൻ്റെ കണ്ണിൻ്റെ കോണിലൂടെ പെട്ടെന്ന് കണ്ടതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ചിലപ്പോൾ കാറിൻ്റെ പുറത്തെ ചില്ലിൽ എന്തെങ്കിലും റിഫ്ലക്ഷൻ അടിച്ചതായിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആൾക്കാരെ മുഖത്ത് നോക്കാൻ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് കാറിൻ്റെ 10 അടി അകലെയായിരുന്നു ഞാൻ നിന്ന്. അപ്പോഴും കാറിനുള്ളിൽ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. അവിടുന്ന് പോകുന്നേക്കാട്ടും മുമ്പ് ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നമാവാണെങ്കിൽ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും അകത്തേക്ക് കയറി. തലേ ദിവസം പോലെ തന്നെ അല്പം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആ കാർ അവിടെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഡിന്നറൊക്കെ ഉണ്ടാക്കി കുറച്ച് സമയം TV ഒക്കെ കണ്ട ശേഷം ബെഡിൽ പോയി കിടന്നുറങ്ങി. വൈകുന്നേരം 6 or 7 ആയപ്പോഴാണ് ഞാൻ എണീറ്റപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. ആ രാത്രി എനിക്ക് ലീവ് ആയതുകൊണ്ട് ഞാൻ പതിവ് പോലെ കോളനിയിലൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങി. ഞാൻ വീടിൻ്റെ വെളിയിൽ ഇറങ്ങിയപ്പോൾ ആ കാർ അവിടെ ഉണ്ടായില്ല. എന്നാൽ 1 മണിക്കൂർ നീണ്ട ആ നടപ്പ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലും കണ്ട അതേ സ്ഥലത്ത് ആ കാറ് വീണ്ടും വന്നിരിക്കുന്നു. ഞാൻ ആ കോളനി മുഴുവൻ നടന്നു വന്നിട്ട് റോഡരികിൽ 1-2 കാറുകൾ മാത്രമാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടത്. പിന്നെ എന്തിനാണ് ഈ ഒരു കാറ് മാത്രം രാത്രി ഇതേ സമയം എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് കിടക്കുന്നത്? ഞാൻ ആ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇത്തവണ ഞാൻ അതിൻ്റെ ജനലിൻ്റെ തൊട്ടടുത്ത് ചെന്ന് ചില്ലിലെ വെളിച്ചം ഒന്ന് തടഞ്ഞു പിടിച്ച് അകത്തേക്ക് നന്നായി നോക്കാൻ ശ്രമിച്ചു. ആ കാർ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആരും അതിനുള്ളിലേ ഇല്ല. അവരെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ സൂചന പോലും തരുന്ന യാതൊരു സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അവർ എന്നെ ഉപദ്രവിക്കുന്നുമില്ല. അതുകൊണ്ട് ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ തിരിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ ചെയ്ത ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ പുറത്തു പോയപ്പോൾ എൻ്റെ നൈറ്റ് സ്റ്റാൻഡിൽ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന ഫോൺ എടുക്കുക എന്നതായിരുന്നു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നു. എൻ്റെ സെക്യൂരിറ്റി ക്യാമറകളിൽ ഒന്നിൽ നിന്നുള്ളൊരു മോഷൻ ഡിറ്റക്ഷൻ അലേർട്ടായിരുന്നു അത്. എൻ്റെ മുമ്പിലെ പോർച്ചിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷെ അത് വാതിലിലേക്ക് മാത്രമാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വാതിലിൻ്റെ തൊട്ടടുത്ത് വന്നാൽ മാത്രമേ ക്യാമറ വർക്ക് ചെയ്യുള്ളൂ. എൻ്റെ വീടിനുള്ളിലെ പ്രധാന മുറികളെല്ലാം കൂടി ആകെ 3 ക്യാമറകളും ഉണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷനിൽ ഏത് ക്യാമറയാണ് മോഷൻ ഡിറ്റക്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആപ്പ് തുറന്ന് ചെക്ക് ചെയ്തു. ആപ്പ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 60 സെക്കൻഡ് നീളമുള്ള ഒരു ക്ലിപ്പ് അതിലുണ്ടായിരുന്നു. ഞാൻ അത് പ്ലേ ചെയ്ത് നോക്കി. ആ വീഡിയോയുടെ ഭൂരിഭാഗം സമയത്തും വീട് പൂർണ്ണമായും നിശബ്ദമായിരുന്നു. അവിടെ യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. സിസ്റ്റം എന്തെങ്കിലും തെറ്റായി കാണിച്ചതായിരിക്കും എന്ന് ഞാൻ കരുതി തുടങ്ങുന്ന സമയത്താണ് ആ വീഡിയോയുടെ അവസാനത്തെ 5 സെക്കൻഡിൽ പെട്ടെന്ന് ക്യാമറയുടെ വളരെ താഴെ കൂടി എന്തോ ഒന്ന് പെട്ടെന്ന് കടന്നുപോയത്. 1 സെക്കൻഡിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് അത് ക്യാമറയിൽ പതിഞ്ഞത്. അവൻ്റെ തലയും തോളിൻ്റെ ചെറിയൊരു ഭാഗവും. ആ ഫോൺ പിടിച്ചിരുന്ന എൻ്റെ കൈകൾ തണുത്ത് മരവിച്ച പോലെ എനിക്ക് തോന്നി.
ആ വീഡിയോയിൽ കാണിച്ച ആ മുറി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എൻ്റെ ബെഡ്റൂം തന്നെയായിരുന്നു. പെട്ടെന്ന് ആ വീടിൻ്റെ നിശബ്ദത എൻ്റെ ചെവികളിൽ അടിച്ചു കയറുന്നത് പോലെ തോന്നി. ഞാൻ പതുക്കെ തിരിഞ്ഞു നിന്ന് മുറി മുഴുവൻ കണ്ണോടിക്കുമ്പോൾ എൻ്റെ സ്വന്തം ഹൃദയം ഇടിക്കുന്നത് എനിക്ക് വ്യക്തമായി കേൾക്കായിരുന്നു. അവൻ എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. ഒരു പക്ഷേ അവനിപ്പോൾ എന്നെ ഒളിഞ്ഞു നോക്കുന്നുണ്ടാവാം. എൻ്റെ തലയിലൂടെ കടന്നുപോയ ആ ചിന്തകളൊക്കെ എന്നെ കൂടുതൽ ഭ്രാന്തനാക്കി. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ വാതിലിന് നേരെ വെപ്രാളപ്പെട്ടു ഓടി. അപ്പോഴേക്കും എൻ്റെ പുറകിലെ ബെഡ്റൂമിൽ നിന്ന് എന്തോ അനങ്ങുന്ന ശബ്ദം കേട്ടു. ഞാൻ പടികളിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഇടനാഴിയിലൂടെ കാലടി ശബ്ദം എൻ്റെ പിറകെ ഓടി വരുന്നുണ്ടായിരുന്നു. എന്നിൽ നിന്ന് വെറും 15 അടി മാത്രം അകലെയായിരുന്നു അവനുണ്ടായിരുന്നത്. ഞാൻ ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തെത്തി നേരെ കാട്ടിലേക്ക് ഓടിക്കയറി. ആ ഒരു പേടിയുടെ മുഹൂർത്തത്തിൽ എന്നെ പിന്തുടരുന്നത് ആരാണെന്ന് നോക്കാൻ പോലും ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ജീവനായി അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ കാട്ടിലെ ഇരുട്ടിൽ നിന്ന് കാൽക്കീഴിലെ ഇലകളിൽ ഞെരിയുന്ന ശബ്ദം മാത്രം ബാക്കിയായി. ഞാൻ പോലീസിനെ വിളിച്ചു. അവരെത്തിയപ്പോൾ ആ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും തലേ ദിവസം എടുത്ത ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ആളെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വെറും 3 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. 20കളുടെ പകുതി പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ. കാണാൻ യാതൊരു നിലയും ഇല്ലാത്ത ഒരു പ്രാന്തനെ പോലെയാണ് അവന് തോന്നിയത്. അവൻ എന്തുദ്ദേശിച്ചാണ് എന്നെ ടാർഗറ്റ് ചെയ്തതെന്ന് അറിയില്ല. അവൻ കൃത്യമായി എന്നെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത് എന്നത് വളരെ വ്യക്തമായിരുന്നു. എൻ്റെ വീട്ടിലെ പല ചിത്രങ്ങളും അവൻ്റെ ഫോണിലുണ്ടായിരുന്നു. ഞാൻ ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ രാത്രി ജനലിലൂടെ എന്നെ ഒളിഞ്ഞു നോക്കുന്ന ചിത്രങ്ങൾ പോലും അതിലുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി ഞാൻ എപ്പോഴാണ് ജോലിക്ക് പോകുന്നതെന്നും തിരിച്ചു വരുന്നതെന്നുള്ള നോട്ട്സും അവൻ്റെ ഫോണിലുണ്ടായിരുന്നു. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം, ക്യാമറകളുടെ കണ്ണിൽ പെടാതെ അവൻ എങ്ങനെയാണ് എൻ്റെ വീടിനുള്ളിൽ കയറിയത് എന്ന് ഇനിയും ആർക്കും അറിഞ്ഞുകൂടാ. ക്യാമറകളുടെ ശ്രദ്ധയിൽപ്പെടാതെ അകത്തേക്ക് കയറാൻ അവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെങ്ങനെ വീടിനുള്ളിൽ അതിക്രമിച്ച് കയറുന്നത് ഇത് ആദ്യത്തെ തവണയായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇത്രയും നാളുകൾ അവൻ എന്നെ ഫോളോ ചെയ്ത് നിരീക്ഷിച്ചതുകൊണ്ട് വീട്ടിലെ ക്യാമറകൾ എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നത് എന്ന് അവൻ എങ്ങനെയെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ചിലപ്പോൾ എൻ്റെ ബെഡ്റൂമിലെ ക്യാമറയുടെ മുന്നിൽ അവൻ അറിയാതെ വന്ന് പെട്ടത് ഇത് ആദ്യമായിട്ടായിരിക്കും. എന്നാലും ഇനി വളരെ കാലത്തേക്ക് അവനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഈ സംഭവം നടന്നിട്ട് 4 വർഷമായി. എങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ ഇതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അന്ന് രാത്രി കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര മഴയും കൊടുങ്കാറ്റും ഇടിവെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഊബർ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആപ്പിൽ വലിയ തിരക്കൊന്നും കാണിക്കാറില്ല. ചിലപ്പോൾ ഒക്കെ എനിക്ക് ഒറ്റ ട്രിപ്പ് പോലും കിട്ടാറില്ല. എങ്കിലും ഞാൻ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഒന്നില്ലെങ്കിൽ പാട്ടൊക്കെ വെച്ച് അവിടെ എവിടെയും കറങ്ങും, അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് യൂട്യൂബൊക്കെ കണ്ടിരിക്കും. ഞാൻ അവിടെ കാത്തിരിക്കുന്നത് ജസ്റ്റ് 1-2 ട്രിപ്പിന് വേണ്ടി മാത്രമായിരിക്കും. പക്ഷെ എന്നാലും ആ കിട്ടുന്ന പൈസ എനിക്കപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അന്ന് രാത്രി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു. വലിയ കൊടുങ്കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ആരും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വണ്ടി ഒരു പാർക്കിംഗ് ലോട്ടിൽ നിർത്തി പുറത്തെ കൊടുങ്കാറ്റൊക്കെ നോക്കി വണ്ടിയിൽ വെറുതെ ഇരുന്നു. 1 മണിക്കൂറിന് ശേഷം ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി എടുത്ത് പുറത്തിറങ്ങി. 1 മണിക്കൂറിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാർക്കിംഗ് ലോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിച്ച് തിരിച്ച് ഈ പാർക്കിംഗ് ലോട്ടിൽ തന്നെ വന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഫൈനലി എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. ആരോ റൈഡ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവൻ നിൽക്കുന്ന സ്ഥലത്തെത്താൻ എനിക്കൊരു 25 മിനിറ്റ് എടുക്കുമെന്നും അയാൾക്ക് പോകേണ്ട സ്ഥലത്ത് എനിക്ക് കൊണ്ടുവിടാൻ വീണ്ടും ഒരു 25 മിനിറ്റ് എടുക്കുമെന്നും കാണിച്ചു. സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വേറെ ഊബർ ഡ്രൈവർമാരൊന്നും ആ ഏരിയയിൽ അവൈലബിൾ അല്ലാതിരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ വളരെ ദൂരെ ആണെങ്കിൽ പോലും അവരുടെ ഏറ്റവും അടുത്തുള്ള ഡ്രൈവർ നമ്മളായിരിക്കും. എങ്കിലും എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ റൈഡ് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ അവൻ്റെ ലൊക്കേഷനിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ തുടങ്ങി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലൊക്കേഷൻ ഒരിക്കലും എത്താത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ പുറത്ത് കൊടുങ്കാറ്റുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ സമയത്ത് റോഡിലധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. ചില സമയത്തൊക്കെ ഞാൻ ഒരാളെ പിക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യം പോലും ഞാൻ മറന്നുപോകും. ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ വണ്ടി ഓടിച്ചു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പോകുന്ന ആ വഴി ഒരു നശിച്ചു പോയ ഒരു കാട് കയറിയ സ്ഥലത്തേക്കാണ് എന്നെ കൊണ്ടുപോയത്. അതുകൊണ്ട് എനിക്ക് പേടിയും തോന്നുന്നുണ്ടായിരുന്നു. അത്രയും ഉള്ളിലേക്ക് ഞാൻ മുമ്പ് ഒരിക്കലും പോയിട്ടില്ല. അങ്ങനെ ഫൈനലി ഒരു 35 മിനിറ്റിന് ശേഷം മാപ്പിൽ കാണിച്ച ആ ലൊക്കേഷനിൽ ഞാൻ എത്തി. 2 റോഡുകൾ കൂടി ചേരുന്ന ഒരു സ്ഥലത്തായിരുന്നു അത്. പക്ഷെ ആ റോഡുകൾക്ക് ചുറ്റും ഒന്നുമില്ലാത്ത വിജനായ സ്ഥലമായിരുന്നു. ഇരുവശത്തും കാട് കയറിയ ഒഴിഞ്ഞ പാടങ്ങളും മരങ്ങളും മാത്രം. ഏറ്റവും പ്രധാനം, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ആപ്പിൽ എത്തിയതായി കൺഫേം ചെയ്തു. എന്നിട്ട് ആ കൊടുങ്കാറ്റിലും മഴയിലും ഇവർ ഈ വഴിയിലൊക്കെ എന്ത് ചെയ്യാനാണ് എന്ന് ആലോചിച്ച് ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. 1 മിനിറ്റ് ചുറ്റും നോക്കിയ ശേഷം ഞാൻ വീണ്ടും ഫോണിലേക്ക് നോക്കി. അവരെവിടെയാണെന്ന് അറിയാൻ മെസ്സേജ് അയക്കാൻ തുടങ്ങി.
പെട്ടെന്ന് എൻ്റെ കാറിൻ്റെ സൈഡ് മിററിലൂടെ പിന്നിൽ നിന്ന് ആരോ വരുന്നത് ഞാൻ കണ്ടു. അവൻ വന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അവൻ എവിടെ നിന്നാണ് വന്നത് എന്ന് എനിക്ക് യാതൊരു പിടിയുമില്ലായിരുന്നു. റോഡിലോ ആ മരങ്ങൾക്കിടയിലോ ഞാൻ ആരെയും കണ്ടിരുന്നില്ല. ആ മനുഷ്യനാണെങ്കിൽ മഴ നനഞ്ഞ് പൂർണ്ണമായി കുതിർന്നിരിക്കുമായിരുന്നു. കാണാൻ വല്ലാത്തൊരു ദേഷ്യവും വിചിത്രമായ ഭാവവും അയാളുടെ മുഖത്തുണ്ടായിരുന്നു. നീയാണോ ഊബർ ബുക്ക് ചെയ്തത്? അവൻ എനിക്ക് പിൻകോഡ് പറഞ്ഞു തന്നു. അതുകൊണ്ട് അവൻ തന്നെയാണ് ശരിയായ ആളെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അയാളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേടുള്ളതുപോലെ എനിക്ക് തോന്നി. ഒന്നാമത് അവൻ ബാക്ക് സീറ്റിൻ്റെ തൊട്ട് നടുവിലാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നിലേക്ക് നോക്കുമ്പോഴൊക്കെ മിററിലൂടെ അവനെ കൃത്യമായി കാണാമായിരുന്നു. എന്തോ കുഴപ്പമുണ്ടാക്കാൻ പോവുകയാണെന്ന മട്ടിലുള്ള ഒരു അസ്വസ്ഥത അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഇത്രയും വലിയ കൊടുങ്കാറ്റിൽ ആളനക്കില്ലാത്ത ഈ നടുക്കാട്ടിൽ അവൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കണമെന്ന് എനിക്ക് വല്ലാതെ തോന്നി. എങ്കിലും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ നിന്നില്ല. ആൾപ്പാർപ്പില്ലാത്ത ആ വിജനായ സ്ഥലത്ത് കൂടെ വണ്ടി മുന്നോട്ട് പോയപ്പോൾ എങ്കിലും എന്തെങ്കിലും ചോദിച്ച് സംശയം തീർക്കുന്നതാണ് നല്ലത് എന്ന് തോന്നി. ഞാൻ പരമാവധി സൗഹൃദത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ വഴി, ഈ കൊടുങ്കാറ്റിലും മഴയിലൊക്കെ? ഞാൻ മിററിലൂടെ അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് എൻ്റെ കണ്ണുകളിൽ നിന്ന് വെട്ടിമാറി. അവനെന്തോ പറയാൻ വരുന്നത് പോലെ തോന്നി, പക്ഷെ പറഞ്ഞില്ല. അവൻ ആ സംഭാഷണം പൂർണ്ണമായി അവഗണിച്ചു. അത് കാണുമ്പോൾ തന്നെ വലിയൊരു സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അതിലും മോശം എന്നോണം അവൻ കൂടുതൽ അസ്വസ്ഥനാവാൻ തുടങ്ങി. ചുറ്റും നോക്കിക്കൊണ്ടും മിററിലൂടെ എന്നെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. മഴ പെയ്ത് വൈപ്പർ അടിച്ചുകൊണ്ടിരുന്ന ആ റോഡിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടി വന്നതുകൊണ്ട് എനിക്ക് പുറകിൽ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ കഴിയാത്തത് എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. പെട്ടെന്ന് അവൻ സംസാരിച്ചു, എന്നെ ഇവിടെ ഇറക്കിക്കോ. എനിക്ക് കാര്യം മനസ്സിലാവാതെ അവൻ ഉറപ്പിച്ചിട്ടാണോ പറയുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എൻ്റെ സംഭാഷണം വെട്ടിമുറിച്ച് പറഞ്ഞു, എന്നെ ഇവിടെ ഇറക്കിക്കോ. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവിടെ എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കതിലൊന്നും പെടാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ അവൻ പറഞ്ഞ പോലെ വണ്ടി ഒതുക്കി. അവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ നോക്കുന്നതിനിടയിൽ ഊബർ ആപ്പ് ഓൺ ചെയ്ത് വെച്ചിരുന്ന എൻ്റെ ഫോണിലേക്ക് അവൻ്റെ കണ്ണുകൾ പോയത് ഞാൻ കണ്ടു. അവൻ ഡോറിൽ കൈ വെച്ചെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്ത് മടിച്ചു നിന്നു. അല്പസമയം കഴിഞ്ഞ് അവൻ വീണ്ടും എൻ്റെ ഫോണിലേക്ക് നോക്കി. എന്നിട്ട് അവൻ്റെ ഫോൺ എടുത്ത് എന്തോ പരിശോധിച്ചു. ആ നിമിഷം അവൻ്റെ തലയിലൂടെ എന്താണ് ഓടുന്നത് എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി. ആപ്പിൽ അവൻ്റെ പേരും മറ്റു വിവരങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അവന് പെട്ടെന്ന് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് സംശയം തോന്നിപ്പിച്ചതുകൊണ്ട് ഇതൊക്കെ പിന്നീട് അവനിലേക്ക് തന്നെ അന്വേഷണമായി എത്തുമെന്ന് അവന് മനസ്സിലായി. അവൻ എൻ്റെ ഫോണിലേക്ക് നോക്കി ആ നിമിഷം തന്നെ കാര്യങ്ങൾ അവന് കത്തിയിരുന്നു. കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് റൈഡ് ക്യാൻസൽ ചെയ്തോളാം. ഇതിന് നിൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അവൻ്റെ ശ്രദ്ധ തിരിക്കാനും എനിക്ക് യാതൊരു സംശയവും ഇല്ല എന്ന് വരുത്തി തീർക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. റൈഡ് ക്യാൻസൽ ചെയ്താൽ തൻ്റെ വിവരങ്ങളൊക്കെ ഡിലീറ്റ് ആയി പോകും എന്ന് അവൻ കരുതിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അവൻ എന്നെ തുറച്ചു നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോഴും ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നു. പിന്നെയും കുറച്ച് സെക്കൻഡ് മടിച്ചു നിന്ന ശേഷം അവൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. ആ കൊടുങ്കാറ്റിലേക്കും മൂടൽ മഞ്ഞിലേക്കും അവൻ നടന്നുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ അപ്രത്യക്ഷനായി. അവൻ മനസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് വേഗത്തിൽ ഓടിച്ചു പോയി. ആ മനുഷ്യൻ എന്തെങ്കിലും കുഴപ്പത്തിന് തുനിഞ്ഞിറങ്ങിയതാണെന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ ആ വിവരം ഉടൻ തന്നെ പോലീസിനെ വിളിച്ചറിയിച്ചു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ജാഗ്രത പാലിക്കണമല്ലോ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ ഫൈനലി ഒരു ദൗർഭാഗ്യകരമായ ഒരു കോൾ എനിക്ക് വന്നു. അന്ന് രാത്രി ആ കാട്ടിൽ നിന്ന് ഒരാളെ കാണാതായിരിക്കുന്നു. ഞാൻ ആ മനുഷ്യനെ പിക്ക് ചെയ്ത ആ കാട്ടിന് സമീപത്ത് വെച്ചാണ് അയാൾ അവസാനമായി കണ്ടിരുന്നത്. അന്ന് രാത്രി നടന്ന സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അവർ എന്നെ വിളിച്ചു. ഞാൻ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിലും അദ്ദേഹത്തെയോ മറ്റു തെളിവുകളോ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കഷ്ടകാലത്തിന് ആ മഴ കാരണം ഏതെങ്കിലും തരത്തിലുള്ള കാൽപ്പാടുകളോ തെളിവുകളോ ഒക്കെ ആ തെരച്ചിൽ നടത്തുമ്പോഴേക്കും പൂർണ്ണമായി ഒലിച്ചു പോയിരുന്നു. ആ കാണാതായ വ്യക്തിയെയോ ഞാൻ പിക്ക് ചെയ്ത ആ മനുഷ്യനെയോ പിന്നീട് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവനുമായി മുഖാമുഖം വന്ന അവസാനത്തെ വ്യക്തി ഞാനായിരിക്കാം. അന്ന് രാത്രി ഞാനും മിസ്സിങ് ആവാതിരുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നടക്കുന്നത് ഞാനൊരു സാധാരണ വർക്കിംഗ് ഡേ ആണ് എന്ന് വിചാരിച്ച സമയത്താണ്. എന്നാൽ അതൊരു സാധാരണ ദിവസത്തിനേക്കാളും ഭയങ്കര വ്യത്യാസമുള്ളൊരു ദിവസമായി മാറി. ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കമായതുകൊണ്ട് ആ ഏരിയയിൽ നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ജോലി കുറച്ച് ഭാഗം അകത്തും കുറച്ച് ഭാഗം പുറത്തുമായിരുന്നു. അതുകൊണ്ട് മഴയുള്ള ദിവസങ്ങളിൽ ജോലി ചെയ്യുക എന്നത് 10 ഇരട്ടി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് തളർന്നിട്ടുണ്ടാവും. അന്ന് ജോലി കഴിഞ്ഞ് ഞാൻ 6 മണിക്ക് ഇറങ്ങി. ആ മഴയിലൂടെ 30 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ഞാൻ നഗരത്തിൻ്റെ അറ്റത്തുള്ള ഒരൊറ്റപ്പെട്ട വീട്ടിലെത്തി. വിയേർഡായിട്ടുള്ളൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു. മഴ കാരണം ആ ചെളിക്കോളായിട്ട് കിടക്കുന്ന ആ ഡ്രൈവേയിലേക്ക് ഞാൻ എൻ്റെ വണ്ടി കയറ്റിയപ്പോൾ
വേറെ ഏതോ കാറ് അടുത്തിടെ വന്നു പോയിട്ടുള്ള മാർക്ക് ഞാൻ ശ്രദ്ധിച്ചു. ഡെലിവറികളൊന്നും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കാണാത്തതുകൊണ്ട് ഞാൻ അത് വല്ല മെയിൽ വന്നതായിരിക്കും എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയില്ല. ആ കാറിൻ്റെ ട്രാക്കുകൾ കണ്ട അവർ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയതും തിരിച്ചു പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. വഴി തെറ്റി വന്നതായിരിക്കാം. ഞാൻ അകത്ത് കയറി ആ നനഞ്ഞ വർക്ക് യൂണിഫോം മാറി പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി. സമയം 7:30. അപ്പോഴാണ് ഫ്രണ്ട് ഡോറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മുട്ടൽ കേട്ടതുപോലെ എനിക്ക് തോന്നിയതെന്ന് പറയാൻ കാരണം അത് ഒരൊറ്റ മുട്ടൽ മാത്രമേ കേട്ടുള്ളൂ. മാത്രമല്ല ആ മഴയുടെ ശബ്ദത്തിനിടയിൽ കൂടെ ഇത് കേൾക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ലിവിങ് റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രണ്ട് ഡോറിലേക്ക് നടന്നു. ഞാൻ വാതിൽ തുറന്നപ്പോൾ തന്നെ മഴയും കാറ്റും എല്ലാം കൂടി എൻ്റെ മുഖത്തേക്ക് അടിച്ചു. എന്നാൽ എൻ്റെ ഫ്രണ്ട് പോർച്ചിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ നനഞ്ഞു കുളിക്കാതിരിക്കാൻ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ചുറ്റും നോക്കി അകത്ത് കയറി വാലടച്ചു. ഞാൻ തിരിച്ച് ലിവിങ് റൂമിലേക്ക് വന്ന് ഫോണിൽ ഒരു ഷോ കാണാൻ തുടങ്ങി. കുറേ സമയം വേറെ ഒന്നും സംഭവിച്ചില്ല. ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കൗച്ചിൽ നിന്ന് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റത്. ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഒരു വിയേർഡായിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചു. തറയിൽ ഒരു പാട് കിടക്കുന്നു. അല്പം ചെളിയും മണ്ണൊക്കെ കലർന്ന പോലെയായിരുന്നു അത്. വെളുത്ത ടൈലായതുകൊണ്ട് അത് പെട്ടെന്ന് എടുത്തു കാണാമായിരുന്നു. പുറത്തുള്ള ചെളിയും മണ്ണും ഷൂസും ഒക്കെ വെച്ച് ഞാൻ എൻ്റെ വീടിനകത്തേക്ക് കയറില്ല എന്നെനിക്ക് ഉറപ്പാണ്. മാത്രമല്ല ഇത്രയും നേരം ഞാൻ ഇത് കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. ആ കറയുണ്ടായിരുന്ന സ്ഥലം ഞാൻ ഇരുന്ന കൗച്ചിൻ്റെ തൊട്ട് പുറകിലായിരുന്നു. TV ഓപ്പോസിറ്റ് ചുമരിലായതുകൊണ്ട് കൗച്ചിട്ടിരിക്കുന്നത് ആ ഭാഗത്തായിരുന്നു. ഞാൻ ഒരു തുണിയെടുത്ത് ആ കറ തുടച്ചു മാറ്റി. എങ്കിലും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി. നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാത്ത എന്നാൽ കാര്യമായി ഒന്നും ഇല്ലാത്ത പോലെ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ചില വിചിത്രമായ കാര്യങ്ങളൊന്നായിരിക്കും ഇതെന്ന് കരുതി ഞാൻ അത് മറക്കാൻ നോക്കി. എങ്കിലും വേറെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ തലയിലൂടെ കടന്നുപോയി. പക്ഷെ വെറുതെ ഓരോന്നോർത്ത് ഞാൻ ഭയപ്പെടുകയാണ് എന്നെനിക്ക് തോന്നി. ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് കൗച്ചിൽ വന്നിരുന്നു. ആ കറയെക്കുറിച്ച് ഞാൻ പൂർണ്ണമായും മറന്നു എന്ന് പറഞ്ഞാൽ അത് കള്ളമായിരിക്കും. എന്തോ എനിക്കുള്ളിൽ വല്ലാത്തൊരു പേടിയും ഒരുമാതിരി തോന്നലും ഉണ്ടായി. ഒരു ഹൊറർ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ആരോ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് തോന്നുന്ന പോലെ ഒരു ഫീലില്ലേ? എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കൗച്ചിട്ടിരിക്കുന്ന രീതി വെച്ച് വീടിൻ്റെ താഴത്തെ നില മുഴുവൻ എൻ്റെ പുറകിലായിരുന്നു. അതുകൊണ്ട് ആ രാത്രി ആ ഇരിപ്പ് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കി. അതെനിക്ക് സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞാൻ TV ഓഫ് ചെയ്ത് മുകളിലെ ബെഡ്റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെയെങ്കിലും ചെന്നാൽ ചുമരിനോട് ചേർന്ന് ബെഡിൽ കിടക്കാം. പുറകിൽ ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാവില്ല. അവിടെയും ചെറിയൊരു TV ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ രാത്രിയിലെ പരിപാടികൾ അവിടെ തുടർന്നു. അങ്ങനെ ഒരു 20 മിനിറ്റോളം കടന്നുപോയി. എൻ്റെ മുറിയിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ ആ സംഭവങ്ങളെല്ലാം മറന്നു തുടങ്ങുന്നതിനിടയിലാണ് ബെഡ്റൂം ഡോറിൻ്റെ പുറത്ത് നിന്ന് പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടത്. അത് കൃത്യമായി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊരു ചെറിയ തട്ടുന്ന ശബ്ദമോ മറ്റോ ആയിരിക്കാം. എന്താണെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. എങ്കിലും വീണ്ടും എന്നെ അസ്വസ്ഥനാക്കാൻ ആ ശബ്ദം ധാരാളമായിരുന്നു. ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ എൻ്റെ ചെവി ആ വാതിലിൽ ചേർത്ത് വെച്ച് ശ്രദ്ധിച്ചു. യാതൊരു ശബ്ദവും കേൾക്കുന്നുണ്ടായില്ല. വാതിൽ തുറക്കാനുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് സമയം അനങ്ങാതെ നിന്നു. അവിടെ പ്രശ്നമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഞാൻ വാതിൽ തുറന്ന് ഹാൾവേയിലേക്ക് നോക്കി. അവിടെ ആരുമില്ലായിരുന്നു. വളരെ ശാന്തം. ആ രാത്രി എനിക്ക് സമാധാനമായി ഉറങ്ങണമെങ്കിൽ ആ വീട് മുഴുവൻ ഒന്ന് പരിശോധിക്കേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. മുകളിലത്തെ നിലയിൽ മറ്റൊരു മുറി കൂടി ഉണ്ടായിരുന്നു. അതൊരു സ്പെയർ റൂമായിരുന്നു. അതധികം ആരും ഉപയോഗിക്കാത്തൊരു ലൈബ്രറി അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് പോലെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവിടേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് താഴത്തെ TV ഓൺ ആവുകയും ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആ ഷോ ഫുൾ വോളിയത്തിൽ പ്ലേ ആകുന്നത് കേൾക്കുകയും ചെയ്തു. ആ പേടി കാരണം എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. ഞാൻ ഇടനാഴിയിലൂടെ ഓടി താഴേക്ക് പാഞ്ഞു ചെന്നു. ചുമരുകളിലെ TVയുടെ വെളിച്ചം മിന്നുന്നതല്ലാതെ താഴത്തെ നിലയിലാകെ ഇരുട്ട് മൂടി കിടക്കുമായിരുന്നു. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നറിയാതെ ഞാൻ കോർണർ തിരിഞ്ഞ് ലിവിങ് റൂമിലേക്ക് നോക്കി. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. മുറി മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടെ TVയുടെ അടുത്ത് ചെന്ന് അതിൻ്റെ പിന്നിലുള്ള ബട്ടൺ അമർത്തി അത് ഓഫ് ചെയ്തു. ഇത് TVയുടെ ഏതെങ്കിലും ഗ്ലിച്ച് ആയിരിക്കുമോ അതോ യഥാർത്ഥത്തിൽ അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അന്ന് രാത്രി നടന്ന യാദൃശ്ചികമായ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഞാൻ അടുക്കളയിൽ പോയി ഒരു കത്തിയെടുത്ത് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ ഞാൻ പോലീസിനെ വിളിക്കേണ്ടതായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ആ സമയത്ത് പോലീസ് വരാൻ കുറഞ്ഞത് 10 അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും എടുക്കും. വീടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത്ര പെട്ടെന്ന് എത്തി സഹായിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ താഴത്തെ നില മുഴുവൻ പരിശോധിച്ചു. അവിടെ വീട് കൂടാതെ വേറെ യാതൊരു കുഴപ്പവും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല.
അതിനുശേഷം ഞാൻ പതുക്കെ മുകളിലേക്ക് തിരിഞ്ഞു നടന്നു. പക്ഷെ ഈ സമയം ആയപ്പോഴേക്കും ഇതൊക്കെ വെറുതെ യാദൃശ്ചികമായി നടക്കുന്ന ചില കാര്യങ്ങൾ മാത്രമായിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ മുകളിലെത്തി ഇടനാഴിയിലൂടെ നടന്ന് സ്പെയർ റൂമിന്റെ മുന്നിലെത്തി വാതിൽ പതുക്കെ തുറന്നു. ഞാൻ കുറച്ച് നാളായി ആ മുറിയിലേക്ക് വന്നിട്ട്. എങ്കിലും ക്ലോസറ്റിന് സമീപം തറയിൽ കിടക്കുന്ന എന്തോന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുവരെ അവിടെയെല്ലാം പതിവ് പോലെ തന്നെയായിരുന്നു. താഴത്തെ ടിവിയുടെ റിമോട്ടാണത്. എൻ്റെ മുഖത്ത് ചോരയെല്ലാം വാർന്നു പോയതുപോലെ തോന്നി. ഞാൻ പതുക്കെ പിന്നോട്ട് നടന്ന് താഴേക്ക് ഓടിയിറങ്ങി. വീടിന് വെളിയിൽ നോക്കിക്കൊണ്ട് ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ അവർക്ക് സംശയം തോന്നുന്ന മറ്റു ചില തെളിവുകൾ കൂടി കിട്ടി. താഴത്തെ നിലയിലെ ഒരു ജനലിലെ ലോക്ക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ജോലി സ്ഥലത്ത് ഞാനുള്ള സമയത്ത്, അതായത് പകൽ സമയത്ത്, ആരോ വീട്ടിൽ വന്നിട്ടുണ്ടാവും. ഞാൻ വീട്ടിലുണ്ടോ എന്നറിയാൻ അവർ ഡ്രൈവേയിലൂടെ വണ്ടി ഇറക്കി എൻ്റെ ഡോറിൽ വന്ന് തട്ടിയിട്ടുണ്ടാവും. ഞാൻ വീട്ടിലില്ല എന്നറിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോയതാവും. എന്നിട്ട് പിന്നീട് രാത്രി അവർ വീടിനകത്തേക്ക് കയറിയതാവും. അവർ ആ രാത്രി മുഴുവൻ വീടിനകത്ത് പതുങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ രാത്രി മുഴുവനും അവർ എന്നെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നിരിക്കാം. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ബോഡിയിൽ ഭയം കൊണ്ടൊരു വിറയൽ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ബെഡ്റൂമിലേക്ക് പോയ സമയത്ത് അവർ ആ ടി വി റിമോട്ട് എടുത്തിട്ടുണ്ടാവും. ഞാൻ അവർ ഒളിച്ചിരിക്കുന്ന ആ സ്പെയർ റൂമിലേക്ക് പോകാൻ പോയപ്പോൾ എൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ആ ടി വി ഓണാക്കിയത്. അങ്ങനെ അവർക്ക് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് സമയം കിട്ടുകയും ചെയ്തു. ഒന്നും തന്നെ വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടില്ല എന്നതും അവരെന്തിനാണ് അവിടെ വന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളില്ല എന്നതുമാണ് ഇതിനെ 100 മടങ്ങ് കൂടുതൽ ഭയപ്പെടുത്തുന്നതാക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ജീവനോടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.